ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഡെൻ്റൽ ക്ലിനിക്ക് മെറ്റനോയിൽ വന്നിട്ടുണ്ട്. അവിടെ ഇന്നൊരു കുട്ടികൾക്കുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിജേഷ് ഡോക്ടർ. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഡെൻ്റൽ ക്ലിനിക്കിൽ വെച്ചിട്ട് കുട്ടികൾക്ക് എന്ത് പ്രോഗ്രാം എന്നുള്ളൊരു ഇതിലാണ് വന്നത് ഞാൻ. അപ്പോൾ മോനായിട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡെന്റിസ്ട്രിയിൽ എന്താണ് ഡിബേറ്റ് എന്നുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് വേദനയൊക്കെയാണ് അധികം ഉണ്ടാവുക കുട്ടികൾക്ക് പല്ലിന് വേദന വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ബ്രഷ് ചെയ്യാൻ തുടങ്ങണം, പുൽക്കുഴി ചെയ്യാൻ തുടങ്ങണം, ഹാബിറ്റ്സ് മാറ്റണം. അവർ ഉള്ളിൽ മാറിക്കഴിഞ്ഞാൽ ഇനി ഈ അസുഖം വരാതിരിക്കും. അപ്പൊ ആ മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു പ്ലേസ്, കുട്ടികൾക്ക് എപ്പോഴും ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസ്റ്റ് എന്നുള്ള ഡെന്റിസ്റ്റ് കേട്ട ടെററിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവരെപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ ആ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മെസ്സേജ് ഒരിക്കലും കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ പേടി മാറാനും അവർക്ക് ഇത് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞാൽ മെറ്റനോയ എന്നുള്ള വാക്ക് എന്തുണ്ടാവുന്നുള്ളൂ അർത്ഥവത്താവുന്നുള്ളൂ. അങ്ങനെ ആ രീതിയിൽ അത് മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉള്ളിലൂടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു ബേസിസിൽ നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അണ്ടറിൽ കുറെ കാര്യങ്ങൾ, ഇപ്പോൾ മാസ്റ്റർ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ക്യൂസിംഗ് ഉണ്ട്, അപ്പൊ പാരന്റും കുട്ടികളും ഇൻവോൾവ് ചെയ്യാനുള്ളതും. ഇതൊരു പപ്പറ്ററി ഷോ ആണ്. ഇനി മജീഷ്യൻസിനെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ മജീഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ എന്താണ് മാജിക്, ചെറിയ ടിപ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് താല്പര്യമായിട്ടുള്ള ലോകത്തിൽ ഈ അതർ ദാൻ മൊബൈൽ അല്ലാത്ത ലോകത്തിൽ ഇഷ്ടമായ കാര്യങ്ങളുണ്ട്. കാലിഗ്രാഫി, ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇവിടെ തുറന്നിട്ട് ഈ കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെതായ ക്രാഫ്റ്റ് വേണം. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്ത് വേണമെന്ന് പറഞ്ഞു. കുറച്ച് നമുക്ക് നല്ല രസമായിട്ട് നമ്മള് പുതിയ ആൾക്കാർ എന്താ പറയാ, വൈബാക്കുക പറയില്ലേ, അങ്ങനെ പറയാ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, പാരന്റ്സ് തെറ്റിക്കണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, 1 2 3 4. ഓക്കെ, അപ്പൊ അടിച്ചാളന്ന് കൈകൊണ്ടിച്ച് എണീറ്റോ പിടിക്കുക. നല്ല കയ്യിലെടുത്തായിട്ട് ഓക്കെ, കയ്യെ തെറ്റിച്ചടിച്ച ആൾക്കാരെ ഞങ്ങൾ പോവട്ടെ. നമ്മളെ രണ്ടാം കൂടെ ഞാനും കൈ അടിച്ചിട്ട് നമ്മളെന്താ ഒരു കളി പോകും. ഓക്കെ, അപ്പൊ ഓളൊറ്റയ്ക്ക് അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളെ നിങ്ങൾ കളിയാക്കണം. എങ്ങനെ കളിയാക്കാം? പൂവി കളിയാക്കാം. റെഡി അല്ലേ? നന്നായി പോകട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നന്നായി പോകട്ടോ. ഞങ്ങൾ രണ്ടാളും റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. നമ്മളെ കഷ്ടപ്പെട്ട് കളിയാക്കിയവര് അല്ലേ? അപ്പൊ അവരൊക്കെ നോക്കി നമ്മൾ താങ്ക് യു കേട്ടോ. പറഞ്ഞേ താങ്ക് യു. ഓക്കെ, ഇഷ്ടം കളിയാക്കി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നല്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കളിയാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യല്? തെറ്റിപ്പോകും അല്ലേ? ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും, ഓളിനെ കളിയാക്കി ടീച്ചറോട് പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ആവശ്യമുണ്ടോ? കളിയാക്കി കഴിഞ്ഞാൽ ടീച്ചറോട് എന്താ പറയാ? താങ്ക് യു. ഓക്കെ അല്ലേ? റെഡിയല്ലേ? കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഒരുമിച്ച് പാടിയാലോ? 1 2 3 സ്റ്റാർട്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കൈയടിച്ച് പാടിയാലോ? കേൾക്കണോ പ്രിയ കൂട്ടരെ? അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ.
കാർഡ്സ് കാർഡ് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ പറയും നിനക്ക് ഇഷ്ടമുള്ളത് സ്റ്റോപ്പ്. ഓക്കെ, എന്നാ കാണിക്കരുത് കേട്ടോ. ഇനി ഇവരെല്ലാവരും കാണിച്ചേക്കാം അതേതാ കാർഡ്. ഓക്കെ, ഇനി നിന്റെ കാർഡ് ഇതിന്റെ മുകളിലേക്ക് വെച്ച്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടെയോ ആണ് ഇരിക്കുന്ന ഈ കാർഡ് അല്ലേ? എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഇനി ഞാൻ ആ കാർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. നോക്കി നോക്കാം 6ൽ ഏതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരുന്നു ആ കാർഡ്. ടീം റൗണ്ടിലിരിക്കണം. നിങ്ങളുടെ ടീം റൗണ്ടിലിരിക്കും. അപ്പൊ ഈ ടീമിന്റെ പേര് ടീം പിങ്കു. ഓക്കെ, അപ്പൊ ടീമുകൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് കടക്കണം. ഓക്കെ, 30 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങളുടെ ടീമിലുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ടീമിലെ ആളുകളുടെ കൈയും കാലും ശരീരമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ടീമിനെ അതിമനോഹരമായിട്ടുള്ള ഒരു പൂവിന്റെ ഷേപ്പിലേക്ക് മാറ്റണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മജ മാറ്റി മാറ്റി ഇത് കിങ്ങിണിക്കാടിന്റെ കഥ. കിങ്ങിണിക്കാട്ടിൽ ഒരുപാട് കൂട്ടുകാർ നിങ്ങളോട് മിണ്ടാനും നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് വരികയാണ്. ഇത് കിങ്ങിണിക്കാടിന്റെ കഥ. കിളിപാടും മരം കിളിമരം കുളിരോലും മഴ കുളിർമഴ. എല്ലാ കുരങ്ങന്മാർക്കും കുരങ്ങത്തികൾക്കും നമസ്കാരം. അപ്പൊ കുരങ്ങന്മാരാണെന്ന് സമ്മതിച്ചു അല്ലേ? അതേതായാലും നന്നായി. ഒരു തിരിച്ചറിവുള്ള ഇല്ലേ? അതാരോ അറിയമാണോ? വേണ്ട വേണ്ട നമുക്ക് വേണ്ട. ഇവിടെ അല്ലേ മൊത്തം കൊണ്ട
Ring, ring, ring. Room, room, room. Drum, drum, drum. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ എന്റെ പുറകേട്ട തെരഞ്ഞിറങ്ങിയത് നിങ്ങളെങ്ങാനും കണ്ടോ? ആരെ കണ്ടത്? എവിടെയാ കണ്ടത്? ആണോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കല്ലേ? ഈ സൈഡിൽ വരുന്ന ചേച്ചി ഒന്ന് അങ്ങോട്ട് പോയേ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? പുറകേട്ടോ പോയി. എടാ നിന്നല്ലടാ, ഞാൻ എന്റെ പുറകേട്ടെ വിളിച്ചേ. പുറകേട്ടോ പോയി. പഴങ്ങന്മാരെ സമ്മേളനം. പുറകേട്ടോ ഓടി പോയോ? പുറകേട്ടോ എവിടെ? കാണുന്നില്ലല്ലോ. ഹായ് പുറകേട്ടോ, how are you? I am fine. What about you? എല്ലാരും കിട്ടാ